ഹായ് ഫ്രണ്ട്സ്, ഡിറ്റാണ് കേട്ടോ. ഇന്ന് ഓശാന ഞായറാണ് കേട്ടോ. രാവിലെ പള്ളിയിലൊക്കെ പോകണം. ഇന്ന് വാവയ്ക്ക് കുറച്ചു നേരം ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ട്. ഞാനും ലൂക്കാച്ചനും കൂടെ രാവിലെ തന്നെ വാവനെ ഡ്യൂട്ടിക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. അപ്പായമ്മ വന്നതിന് ശേഷം ലൂക്കാച്ചനെ വീട്ടിലിരുത്തി വാവനെ കൂടി ഡ്യൂട്ടി കൊണ്ടുവിടുകയാണ് എൻ്റെ പതിവ്. പക്ഷേ ഇപ്രാവശ്യം ലൂക്കാച്ചനും കൂടെ കൂട്ടി കേട്ടോ. അങ്ങനെ വാവയെ കൊണ്ടുവന്ന് വിട്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ലൂക്കാച്ചനെ ഒന്ന് കുളിപ്പിച്ചൊരുക്കി ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലേക്കുള്ള യാത്രയാണ്. ഞങ്ങൾ പോകുന്നത് ഹാമിൽട്ടണിൽ തന്നെയുള്ള സെന്റ് ജോസഫ് ചർച്ചിലേക്കാണ് കേട്ടോ. ലൂക്കാച്ചനോടൊപ്പമുള്ള ആദ്യത്തെ ഓശാന ഞായർ കൂടിയാണ് ഇത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ലൂക്കായും അവയും നാട്ടിൽ പോയിക്കുമായിരുന്നു. ഈ വർഷത്തെ പെസഹായും ഈസ്റ്ററും ഒക്കെ ലൂക്കാച്ചൻ്റെ കൂടെ അപ്പാടെ അമ്മയുടെയൊക്കെ കൂടെ കൂടാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഓശാന ഞായറാഴ്ചത്തെ പള്ളിയിലെ തിരുക്കർമ്മങ്ങളൊക്കെ പങ്കെടുത്ത് കൂട്ടുകാരോടും അവരുടെ ഫാമിലിയോടും കുറേ നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ലൂക്കാച്ചൻ അവന്റെ കുട്ടി ഫ്രണ്ട്സുകളെയൊക്കെ കണ്ട് പള്ളിയിൽ നിന്നും നേർച്ചയൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത് 19 വ്യൂ പോയിന്റ് അവന്യൂ ഹാമിൽട്ടണിലാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കിയാൽ ഹാമിൽട്ടൺ ഡൗൺ ടൗണിന്റെ അതിമനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ കുടുംബക്കാരോട് കൂട്ടുകാരോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ്. തിരികെ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോഴേക്കും അഞ്ജുവിനെയും കുഞ്ഞുപെണ്ണിനെയും ഫെബിനെയും കണ്ടു കേട്ടോ. പിന്നെ അവരെയും കൂട്ടി നമ്മൾ നേരെ പോയത് നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഞായറാഴ്ച കുറച്ചു നേരം എല്ലാവരോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കുക, അതൊരു രസം തന്നെയാണ് കേട്ടോ. അവര് പോകാറപ്പോൾ ലൂക്കാച്ചൻ അവരെ വിടണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ഡ്രില്ലറും തൂക്കി പിടിച്ച് ഞാൻ എങ്ങോട്ടാണെന്നല്ലേ. നമ്മുടെ ആൻസിയും ഫെബിനും ഇനിയക്കുട്ടിയും സെയിം അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള പുതിയൊരു യൂണിറ്റിലേക്ക് മാറി കേട്ടോ. ഫെബിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഡ്രില്ലിംഗ് മെഷീൻ തിരികെ കൊടുക്കാൻ വേണ്ടി ഞാൻ പോയത്. അവര് മൂവിങ്ങിന്റെ തിരക്കില്ല. പിന്നെ അപ്പാനെ അമ്മനെയും ലൂക്കാനെയും വാവേനെയും കൂടി ഞങ്ങൾ നേരെ പോയത് ഹാമിൽട്ടണിൽ തന്നെയുള്ള ഇന്ത്യൻ ഗ്രോസറി സോണിലേക്കാണ് കേട്ടോ. പെസാപ്പം ഉണ്ടാക്കാനുള്ള പച്ചരിയും കുറെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴേക്കും ലൂക്കാച്ചനോട് കളിക്കാൻ കുഞ്ഞിപ്പണ്ണ് എത്തി കേട്ടോ. അവരോടൊപ്പം കുറെ നേരം കളിച്ച ശേഷം ഞങ്ങൾ വൈകിട്ടത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയത് അന്നലക്ഷ്മി വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലേക്കാണ് കേട്ടോ. അവിടെ നല്ല ഒരുപാട് വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ പൂരി മസാല ദോശയും വെജിറ്റബിൾ ബിരിയാണി ഒക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. നാളെ രാവിലെ നമുക്ക് മിസിസാഗിലുള്ള BLS ഇന്റർനാഷണൽ വരെ പോകണം കേട്ടോ. പോകുന്നതിന്റെ ഉദ്ദേശം എന്റെ പാസ്വേഡ് റിന്യൂ ചെയ്യാനും ലൂക്കാച്ചന് OC എടുക്കാനും കൂടിയാണ്. അപ്പോൾ നാളെ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.